ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഞാൻ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മുറിയിലെത്തിയപ്പോൾ ജാനകി കാണുന്നത് മുഴുവൻ ജാനകിയുടെയും വാസുവിൻ്റെയും പലതരത്തിലുള്ള ഓരോരോ ഫോട്ടോസാണ്. ആ ഫോട്ടോ കാണുന്നതിന് ജാനകിക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ്. ഇങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലേക്ക് എന്ന് വന്നോ? അന്ന് തന്നെ നിങ്ങൾക്ക് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞൂടായിരുന്നോ? ഞാൻ മരിച്ചു പോയതിന് ശേഷം ഇങ്ങനെയുള്ള തരം താഴ്ന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ പോരായിരുന്നോ? എന്നെ ജീവനോടെ വെച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് ജാനകി സങ്കടപ്പെട്ട് കരയാണ്. എനിക്ക് നടക്കാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ ഒരു ദിവസം പോലും സങ്കടപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ എന്നോടൊപ്പം ജീവിച്ചത് എൻ്റെ ചേട്ടൻ്റെ സ്വത്തിന് വേണ്ടിയും പണത്തിനു വേണ്ടിയുമായിരുന്നു. പക്ഷേ അതെനിക്ക് അറിയാൻ വൈകി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്നോട് സത്യത്തിൽ സ്നേഹമൊന്നുമില്ല. നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരു കരുവാക്കി ഉപയോഗിക്കുകയായിരുന്നു. അതുപോലും മനസ്സിലാക്കാതെ നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും കാലം ഒരു വിഡ്ഢിയായിട്ട് ഞാൻ ജീവിച്ചില്ലേ? ഇനി അങ്ങോട്ട് അപമാനം സഹിച്ച് ഞാൻ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ എന്നെ നോക്കി ഈ ലോകം തന്നെ പരിഹസിച്ച് ചിരിക്കും. ഞാനിപ്പോൾ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം. ഞാനിനി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരു നാണക്കേട് സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ ഞാൻ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങൾ അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുക. ഞാനിപ്പോൾ തന്നെ മരിച്ചേക്കാം. ജാനകി പിന്നെ തലക്കടിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ജീവിക്കാൻ പാടില്ല, ഞാൻ ജീവിക്കാൻ പാടില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്ന വാസുവിൻ്റെയും ജാനകിയുടെയും ഫോട്ടോസൊക്കെ എടുത്ത് തറയിലെറിഞ്ഞ് ഉടക്കുകയാണ്. പിന്നെ മേശവലിപ്പ് തുറന്ന് അതിൽ നിന്നും ഉറക്ക ഗുളികയുടെ കുപ്പി ബോട്ടിലെടുക്കുകയാണ്. അതെടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴാണ് ചെറിയമ്മ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ചെറിയമ്മ ജനലിൽ കൂടി നോക്കുന്ന സമയത്ത് കാണുകയാണ് ജാനകിയുടെ കയ്യിലുള്ള ഗുളികയുടെ കുപ്പി. ചെറിയമ്മ ജനലിൽ കൂടി വിളിക്കുകയാണ്, ഏയ് ജാനകി, ജാനകി, ഏയ് ജാനകി, എന്തായി കാണിക്കുന്നേ? ചെറിയമ്മേ, എന്നോട് ക്ഷമിക്കണം. അയ്യോ, ഇനി എന്നെക്കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ജാനകി, ഞാൻ മരിക്കാൻ പോവുക ചെറിയമ്മേ. ചെറിയമ്മ അപ്പോൾ അത് കേട്ടിട്ട് തലക്കടിക്കുകയാണ്. അയ്യോ അയ്യോ എന്ന് പറയാണ് ചെറിയമ്മ. അപ്പോൾ ജാനകി, അദ്ദേഹം ആ ജ്യോതിയുടെ കൂടെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ജാനകി, ജാനകി, ഞാൻ പറയുന്നത് കേൾക്കുന്നേ? ജാനകി, ആ മരുന്ന് താഴെ വെക്ക്. ജാനകി, അത് കഴിക്കരുത്. ചെറിയമ്മ പിന്നെ മേഘയെ വിളിക്കുകയാണ്, തീരെ സൈകടിയിട്ട്. മേഘ, ഏയ് മേഘ. ആ വരുന്നു മുത്തശ്ശി, വേഗം വാ. ആ വരുന്നു. ദാ നോക്ക്. അയ്യോ അമ്മായി, എന്താ ചെയ്യാൻ പോകുന്നേ? അമ്മായി, ആ മരുന്ന് താഴെയിട്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇല്ല മേഘ, എന്നെ വിട്ടേക്ക്. ഞാൻ ശരിയായ തീരുമാനം എടുത്തത്. അയ്യോ അമ്മായി, വാതിൽ തുറക്കമ്മായി. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇല്ല മേഘ. വാ മുത്തശ്ശി, നമുക്ക് വാതിൽ തുറക്കാം. മേഘ പോയിട്ട് വാതിലിന് മുട്ടാണ്. അമ്മായി, വാതിൽ തുറക്കമ്മായി. ജാനകി, വാതിൽ തുറക്ക്. അപ്പോഴേക്കും ജാനകി കുപ്പിയുടെ അടപ്പ് കഴിച്ചിട്ട് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അമ്മായി, വാതിൽ തുറക്ക്. അമ്മായി വാതിൽ തുറക്കാത്തത് കണ്ട് ശക്തി എടുത്തിട്ട് മേഘ വാതിൽ തള്ളുകയാണ്. അപ്പോഴേക്കും വാതിലിൻ്റെ കതക് തുറന്നു വന്നു. അപ്പോൾ ജാനകി ആ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും മേഘ അകത്ത് കയറി കുപ്പി തട്ടിമാറ്റുകയാണ്. മേഘ ചോദിക്കുക, എന്താ അമ്മായി ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ജാനകി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേഘ, വാസു അമ്മാവൻ തെറ്റ് ചെയ്തു, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അതുകൊണ്ട് അമ്മായി ജീവൻ അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? അമ്മായി ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്താൽ പിന്നെ ആരതിയെ ആര് നോക്കും? അത് കേട്ട് ചെറിയമ്മയും പറയാണ്. അപ്പോൾ മേഘ പറയാണ്, അമ്മായി ഇല്ലെങ്കിൽ ആരതി തളർന്നു പോവില്ലേ? ജാനകി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം മേഘ, അമ്മായി ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മായിയുടെ കൂടെ ആരില്ലെങ്കിലും അവസാനം വരെ ഞാൻ നോക്കും. അമ്മായി ധൈര്യമായിട്ടിരിക്കേ. അപ്പോൾ ചെറിയമ്മയും പറയാണ്, അമ്മായിയുടെ ജീവിതം നശിപ്പിച്ച ആ ജ്യോതിയെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. വാസുദേവൻ അമ്മാവനിൽ നിന്നും ആ ജ്യോതിയെ ഓടിച്ചു വിടുന്നത് അമ്മായി കണ്ടോ? വാസു അമ്മാവനെ തിരിച്ച് അമ്മായിയുടെ അടുത്ത് തന്നെ എത്തിക്കും ഞാൻ. അമ്മായി എന്നെ വിശ്വസിക്കണം. ആ ജ്യോതി ഇനി അമ്മായിയുടെ ജീവിതത്തിലേക്ക് വരാനേ പോകുന്നില്ല. നീ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് പറയമ്മായി. ജാനകി, മേഘ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, അവളെ വിശ്വസിക്ക്. ആ ജ്യോതിയെ മേഘ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കും. ആ ജ്യോതി സ്വത്തും പണവും മോഹിച്ചായിരിക്കും വാസുദേവൻ്റെ അടുത്തത്. പുരുഷന്മാർക്കൊരു വീക്ക്നെസ് ഉണ്ട്. പെണ്ണുങ്ങളുടെ കണ്ണ് നനഞ്ഞാൽ അവരുടെ മനസ്സങ്ങ് അലിയും. ആ ജ്യോതി എന്തൊക്കെ പറഞ്ഞാണ് വാസുദേവൻ്റെ മനസ്സ് അലിയിച്ചത് എന്നറിയില്ല. അവളെ വാസുദേവനിൽ നിന്നും അകറ്റേണ്ടത് മേഘയുടെ ഉത്തരവാദിത്തം. ഇനി മേലാൽ ഇങ്ങനെയുള്ള വിഡ്ഢിത്വമൊന്നും ചിന്തിക്കാനേ പാടില്ല. ചെറിയമ്മ പറയാം. മനസ്സിലായോ നിനക്ക്? അപ്പോഴും ജാനകി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം സിദ്ധു വരികയാണ്. സിദ്ധു വേഗം വന്നതിന് ശേഷം വണ്ടി പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് ഇറങ്ങി ഓടി വരികയാണ്. സിദ്ധു അമ്മയെ വിളിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് ഓടുകയാണ്. അമ്മേ,
പൂജാമുറിയിൽ കയറിയ സിദ്ധു ഞെട്ടിപ്പോയി. അവിടെ ഓരോരോ സാധനങ്ങളും വാരി വലിച്ചിടുകയും എന്തൊക്കെയോ തകർത്ത് ഉടച്ചതും കാണുന്നുണ്ട്. സിദ്ധു എല്ലാം നോക്കിയതിന് ശേഷം പറയാണ്, എന്തുപറ്റി? പൂജാമുറി എന്തിങ്ങനെ അലങ്കോലമായിരിക്കുന്നേ? ജാനകിയോട് ചെറിയമ്മ പറയാണ്, നീ ഇങ്ങനെ ചിന്തിക്കരുത്. അപ്പോഴേക്കും സിദ്ധു ഓടി വരികയാണ്. അമ്മേ, അമ്മേ. സിദ്ധു അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മേ എന്തു പറ്റി അമ്മേ? അമ്മ എന്തിനാ അമ്മ കരയുന്നത്? കാര്യം പറ അമ്മേ. എന്നിട്ട് ചെറിയമ്മയോട് ചോദിക്കുകയാണ്, അല്ല എന്ത് പറ്റി അമ്മയ്ക്ക്? ജാനകി വീണ്ടും വീണ്ടും കരയാണ്. അതേസമയം വേറെ ആരും ഒന്നും പറയുന്നില്ല. അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ്, അല്ല എന്ത് പറ്റി അമ്മയ്ക്ക്? നിങ്ങളാരും എന്തെങ്കിലും കാര്യം പറ. അപ്പോൾ ചെറിയമ്മ പറയാണ്, സിദ്ധു, മേഘ വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ അമ്മ ഇന്ന് ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെയും ജാനകി കരയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്തായി പറയുന്നത്? അപ്പോൾ ചെറിയമ്മ, അതേ സിദ്ധു, നിൻ്റെ അമ്മ ഉറക്ക ഗുളിക കഴിച്ച് മരിക്കാൻ പോവായിരുന്നു. ഭാഗ്യത്തിന് മേഘ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവളെ രക്ഷിക്കാൻ സാധിച്ചു. എല്ലാത്തിനും കാരണം നിൻ്റെ അച്ഛനാ. അവൻ നിൻ്റെ അമ്മയ്ക്ക് വലിയൊരു ദ്രോഹം ചെയ്തടാ. ജാനകി വീണ്ടും തലയിൽ കൈവച്ച് കരയാണ്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇത് വീണ്ടും അമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അമ്മേ എന്താ കാര്യം എന്ന് പറ അമ്മേ. അമ്മ കരയാതെ കാര്യം എന്താന്ന് പറ. സിദ്ധു കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മേ പറയമ്മേ. അമ്മേ കരയല്ല അമ്മേ, അമ്മ കാര്യം എന്താന്ന് പറയും. ജാനകി പറയാണ്, അതായത് ചന്ദ്രിക വന്നിട്ട് പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ആ ജ്യോതിയുടെ വീട്ടിൽ നടക്കുന്ന സുമംഗലി പൂജയിൽ പങ്കെടുക്കാനായി വാസു അമ്മാവൻ പോയിരിക്കുക. ഞാൻ പറയുന്നത് കള്ളാണെങ്കിൽ അമ്മായിക്ക് എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തരാം. ജാനകി പറഞ്ഞു, ഞാൻ വരാം എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെ കൂടെ പോവുകയാണ്, അതായത് ജ്യോതിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നടക്കുന്ന കാഴ്ച വാസു ജ്യോതിക്ക് സിന്ദൂരം തൊട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതേ സുമംഗലി പൂജയ്ക്കായി നിനക്ക് വേണ്ടി വാങ്ങിച്ച മാലയാണ് എന്ന് പറഞ്ഞ് ജാനകിയുടെ മുന്നിൽ വെച്ച് തന്നെ വാസു ജ്യോതിയുടെ കഴുത്തിൽ ആ മാല അണിയിക്കുകയാണ്. അപ്പോൾ ജ്യോതിയുടെ സഹോദരൻ പറയാണ്, ഇതുപോലെ എൻ്റെ അനുജത്തിയെ അവസാനം വരെ നോക്കണം. അപ്പോൾ വാസു പറയാ, അതൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണോ അളിയാ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ജ്യോതിയെ ഒരു കുറവും ഇല്ലാതെയല്ലേ നോക്കിയത്. അത്രയും കേട്ടപ്പോൾ തന്നെ ജാനകിക്ക് മതിയായി. അപ്പോൾ സിദ്ധുവിനോട് ജാനകി അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ജാനകി പൊട്ടിക്കരയാണ്. അപ്പോൾ സിദ്ധു കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മേ, അച്ഛൻ ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ ഇല്ലാതാവുന്നേ? ഇല്ല സിദ്ധു, എനിക്ക് വല്ലാത്ത അപമാനം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണ്ട എന്ന് കരുതിയത്. ദയവ് ചെയ്ത് അമ്മ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും കാട്ടിക്കൂട്ടരുത്. എനിക്കും ആരതിക്കും അമ്മയല്ലാതെ വേറെ ആരുണ്ടമ്മേ? എന്തിനാ അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അമ്മേ, ഫോറിനിൽ ജോലി ചെയ്തിരുന്ന ഞാൻ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഇവിടേക്ക് തിരിച്ചു വന്നത്. ചെറിയമ്മ പറയാണ്, ആ അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അച്ഛനില്ലെങ്കിൽ എന്താ, അമ്മയ്ക്ക് ഞാനില്ലേ, ആരതിയില്ലേ? ചെറിയമ്മ, അത്രയ്ക്ക് പെട്ടെന്ന് ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് അമ്മയ്ക്ക് പോകാൻ പറ്റുമോ? എൻ്റെ സിദ്ധു, ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? ചെറിയമ്മ പിന്നെ പറയാണ്, നിൻ്റെ അച്ഛനോട് പോയിട്ട് നല്ല 2 വർത്തമാനം പറയണം. ആ ജ്യോതിയുടെ നട്ടെല്ലൊടിച്ച് ഇവിടുന്ന് ഓടിച്ചു വിട്. അമ്മേ, ഈ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. അമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കും. എന്നിട്ട് സിദ്ധു മേഘയോട് ചോദിക്കുകയാണ്, മേഘ, അച്ഛൻ ഇപ്പോൾ എവിടെയുണ്ട്? മേഘ പറയാണ്, ഇതുവരെ വീട്ടിലേക്ക് വന്നില്ലെന്നാണ് തോന്നുന്നത്. മേഘയോടും ചെറിയമ്മയോടും പറയാണ്, നിങ്ങൾ 2 പേരും അമ്മയുടെ അടുത്ത് തന്നെ വേണം, ഞാനിപ്പോൾ വരാം. മേഘ അമ്മായിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, അമ്മായി കരയാതിരിക്കുക അമ്മായി, അമ്മായി എല്ലാം ശരിയാവും അമ്മായി. അമ്മായി, സിദ്ധു എല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞല്ലോ. സിദ്ധു മുറ്റത്തിറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം എന്നറിയാതെ നടക്കുകയാണ്. അതേസമയം വാസു അങ്ങോട്ടേക്ക് വരികയാണ്. വാസു വരുന്നത് സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ വാസു സിദ്ധുവിനെ കാണുന്നുണ്ട്. സിദ്ധുവിനെ കണ്ടിട്ട് പേടിച്ച് വരികയാണ് വാസു മുന്നോട്ടേക്ക്. പിന്നെ വാസുവിനെ കണ്ടതും സിദ്ധു അവിടെ നിന്നു. വാസു സിദ്ധുവിനെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വിളിക്കുകയാണ്. അടുത്തെത്തിയപ്പോൾ വാസു തലമുന്നിച്ച് സിദ്ധുവിനെ നോക്കുകയാണ്. സിദ്ധു ദേഷ്യത്തോടെ വാസുവിനെ തന്നെ നോക്കുകയാണ്. സിദ്ധു പറയാണ്, ശി, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതല്ലേ, നിങ്ങൾ ഇനിയും നന്നായില്ലേ? ജ്യോതിയെ മറന്നു, ജ്യോതിയുമായി പിരിഞ്ഞു എന്നൊക്കെ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ, ഒക്കെ എവിടെ പോയി? എൻ്റെ അമ്മയ്ക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എന്നോട് പറഞ്ഞ വാക്ക് മറികടന്ന് ആ ജ്യോതിയുടെ കൂടെ അവളുടെ വീട്ടിൽ ചെന്ന് കൂത്താടിയിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ആ തരം താഴ്ന്ന പ്രവൃത്തി കാരണം എൻ്റെ അമ്മ എന്താ ചെയ്തതെന്നറിയോ? പറയാണ്, എന്ത് പറ്റി സിദ്ധു? കരഞ്ഞുകൊണ്ട് പറയാണ്, മരിക്കാൻ തീരുമാനിച്ച് അമ്മ ഉറക്ക ഗുളികകൾ കഴിച്ചു. മേഘ വരാൻ 1 നിമിഷം വൈകിയിരുന്നെങ്കിൽ അമ്മയെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. മേഘ ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. സിദ്ധു പറയാണ്, നാണമില്ലേ നിങ്ങൾക്ക്? വിവാഹ പ്രായമെത്തിയ 2 മക്കളുള്ള സ്ഥിതിക്ക് നിങ്ങൾക്കിത് വേണമായിരുന്നോ? അത്രയും പറഞ്ഞു സിദ്ധുവിൻ്റെ ദേഷ്യം തീർക്കാനായി വാസുവിൻ്റെ മുഖത്തടിക്കുകയാണ്. അത് കണ്ട് മാറി നിന്ന മേഘ എന്ന് പറയാണ്. വാസു എന്നിട്ട് വിളിക്കുകയാണ്, സിദ്ധു,
മിണ്ടരുത്. മേഘ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ്, അയ്യോ അമ്മാവനെ സിദ്ധു അടിച്ചല്ലോ. അമ്മയെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? സിദ്ധു അതല്ലടാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഏയ് മിണ്ടരുത് നിങ്ങൾ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ക്ഷമ ചോദിക്കലോ വിശദീകരണമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ചെയ്ത ആ തരം താഴ്ന്ന പ്രവൃത്തിക്ക് അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്ക്. എന്നാലേ ഞാൻ നിങ്ങളോട് ക്ഷമിക്കൂ. നോക്ക്, ആ ജ്യോതിയെ ഇനി നാട്ടിലേ കാണാൻ പാടില്ല. രാത്രിക്ക് രാമാനന്ദനെ അവളോട് ഈ നാട് വിട്ടു പോകാൻ പറയും. ഇനി ഒരിക്കൽ കൂടി അവൾ എൻ്റെ മുന്നിൽ വന്ന് പെട്ടാലുണ്ടല്ലോ, അവളെ മാത്രമല്ല നിങ്ങളെയും ചേർത്ത് കൊന്നു കുഴിച്ചു മൂടും ഞാൻ. അച്ഛനെന്ന സ്ഥാനത്തിന് പോലും അർഹതയില്ലാത്തവനാണ് നിങ്ങൾ. ഭാരതിയുടെ കല്യാണമാണെന്ന് എന്നുള്ള കാര്യം പോലും നിങ്ങൾ മറന്നുപോയോ? അന്നെയൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൈ കൊണ്ട് തന്നെ താൻ തീരും. സിദ്ധു വീണ്ടും വീണ്ടും വാസുവിനെ അടിക്കുകയാണ്. അത് കണ്ട് മേഘ, അയ്യോ അയ്യോ വേണ്ട വേണ്ട സിദ്ധു വേണ്ട, സിദ്ധു വേണ്ട, പറയുന്നത് കേൾക്ക്. നിങ്ങൾ കാരണം എൻ്റെ അമ്മ. സിദ്ധു നന്നായിട്ട് പെരുമാറുകയാണ്. അപ്പം മേഘ ഇടയിൽ വീണ്ടും പറയാണ്, വേണ്ട വേണ്ട സിദ്ധു, സിദ്ധു വേണ്ട. വാസുവും പറയാണ്, വേണ്ട സിദ്ധു വേണ്ട. സിദ്ധുവിൻ്റെ ദേഷ്യം തീരെ തലിയതിന് ശേഷം സിദ്ധു അങ്ങോട്ടേക്ക് തള്ളുകയാണ്. സിദ്ധു എന്നിട്ട് മേഘയുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയാണ്, എൻ്റെ അച്ഛനെ മാത്രമല്ല അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആര് തന്നെയായാലും ഞാൻ വെച്ചേക്കില്ല, കുഴിച്ചു മൂടും ഞാൻ, മേഘയോട് പറയാണ്. സിദ്ധുവിൻ്റെ ദേഷ്യം തീർന്നില്ല. വീണ്ടും സിദ്ധു വാസുവിൻ്റെ അടുത്ത് പോവുകയാണ്. എടാ വേണ്ട, എൻ്റെ അമ്മ തന്നെ ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. എനിക്ക് എങ്ങനെയാണോ എൻ്റെ അമ്മയെ ദ്രോഹിക്കാൻ മനസ്സ് വന്നത്? എങ്ങനെയാണോ മനസ്സ് വന്നത്? എങ്ങനെ മനസ്സ് വന്നതെന്ന് ദേഷ്യത്തോടെ സിദ്ധു കയർത്ത് കയറുകയാണ് അച്ഛൻ നേരെ. വാസു കരയാണ്. അപ്പോൾ സിദ്ധു, ഇനി ഒരിക്കൽ കൂടി ജ്യോതിയുടെ നിഴൽ പോലും നിങ്ങളുടെ മേൽ പതിക്കരുത്. അങ്ങനെ ഇനി ഉണ്ടായാൽ കത്തിച്ച് ചാമ്പലാക്കി കളയും ഞാൻ, പറഞ്ഞേക്കാം. ചെല്ല്, പോ ചെന്ന് അമ്മയുടെ കാലിൽ വീണ് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്ക്. അമ്മ നിങ്ങളോട് ക്ഷമിക്കുന്നത് വരെ ഈ വീട്ടിൽ ആരും നിങ്ങളോട് സംസാരിക്കില്ല. പോടോ. തുപ്പാണ് സിദ്ധു. മേഘയെയും ഒന്ന് നോക്കിയതിന് ശേഷം സിദ്ധു അവിടെ നിന്ന് പോയി. വാസു അവിടെ കിടന്ന് കരയാണ്. മേഘ പോയി ആശ്വസിപ്പിക്കുകയാണ്. അമ്മാവാ, കരയാതിരിക്കുക അമ്മാവാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആ ചന്ദ്രിക വേണമെന്ന് വെച്ച് നമ്മളോട് പ്രതികാരം തീർക്കുകയായിരുന്നു. അമ്മായിയെ കൂട്ടിക്കൊണ്ട് വന്ന് അവളെ വെറുതെ വിടാൻ പാടില്ല അമ്മാവാ. എല്ലാ പ്രശ്നങ്ങൾക്കും അവളാ കാരണം. ചന്ദ്രികയുടെ കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം ജാനകി അമ്മായിയോട് പോയി ക്ഷമ ചോദിക്ക്. ഇപ്പം എങ്ങനെയാ? ചെല്ലമ്മാവാ, ചെന്ന് മാപ്പ് ചോദിക്ക്. ചെല്ലമ്മാവാ എന്ന് പറഞ്ഞ് അമ്മാവനെ, അതായത് വാസുവിനെ അയക്കുകയാണ് ജാനകിയുടെ അടുത്തേക്ക് മേഘ. ജാനകി മുറിയിലിരുന്ന് കരച്ചിലാണ്. അതേസമയം വാസു വന്നിട്ട് അടുത്ത് നിന്നിട്ട് വിളിക്കുകയാണ്, ജാനകി, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ജാനകി. അതിന് നീ എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നേക്ക്, ഞാനത് സ്വീകരിക്കാം. വാസു കരഞ്ഞുകൊണ്ട് ജാനകിയോട് പറയാണ്, എന്നോട് ക്ഷമിച്ചെന്ന് നിന്റെ നാവ് കൊണ്ടൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. എന്ന് നിങ്ങൾ മറ്റൊരു പെണ്ണിനെ തൊട്ടോ അന്ന് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം തീർന്നു. നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമ ചോദിച്ച് നിങ്ങൾ ചെയ്ത പാപം എൻ്റെ തലയിൽ ഇടരുത്. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് വെറുപ്പ് തോന്നുക. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. വാസു കരഞ്ഞുകൊണ്ട്, ജാനകി, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഏതോ ഒരു സന്ദർഭത്തിൽ ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റ്. ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത്? എന്നോട് ക്ഷമിക്കൂ ജാനകി. എന്തിനാ ജീവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇവിടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ, പോയിക്കോ. ജാനകി, എന്നോട് ക്ഷമിച്ചെന്ന് ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനിവിടെ നിന്ന് പോയിക്കോളാം. ജാനകി ദേഷ്യത്തോടെ, നിങ്ങൾ ഇവിടുന്ന് പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മുഖം നിങ്ങൾ കാണരുത്. ഇറങ്ങിപ്പോ ഇവിടുന്ന്. വീണ്ടും ജാനകി പൊട്ടിപ്പൊട്ടി കരയാണ്. വാസു അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. വാസുവും പുറത്തിറങ്ങി എന്നിട്ട് കരയാണ്, പൊട്ടിപ്പൊട്ടി കരയാണ്. അതേസമയം മേഘ വാസുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വാസുവിനെ നോക്കുകയാണ് മേഘ. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ചന്ദ്രികയെയും സിദ്ധുവിനെയുമാണ്. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയാണ്, എന്താ സാർ എന്നോട് സംസാരിക്കാത്തത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ സാർ? ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് എന്നോട് ചോദിക്കരുത്. എന്തിനാ എൻ്റെ അമ്മയോട് പോയിട്ട് ജ്യോതിക്കും അച്ഛനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് നീ കാരണം എൻ്റെ അമ്മ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. ചന്ദ്രിക വല്ലാതായി കരയാണ്. അപ്പോൾ സിദ്ധു, അമ്മയുടെ ജീവൻ നഷ്ടമായെങ്കിൽ നിനക്ക് അമ്മയെ തിരിച്ചു തരാൻ പറ്റുമായിരുന്നോ? പറ്റുമായിരുന്നോ? ചന്ദ്രിക ഒന്നും അറിയാത്ത രീതിയിൽ കരയാണ്. ചന്ദ്രിക പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് ചന്ദ്രികയ്ക്ക് അപ്പോഴാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.